ഇന്നത്തെ കാലത്ത് ഹിന്ദുമതത്തിന് വലിയ അപമാനവും നാണക്കേടും എന്ന് വേണ്ട എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അത്തരത്തിലൊരു മേൽവിലാസം നൽകിക്കൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട്. അതിൽ പ്രമുഖയാണ് നമ്മുടെ ശശികല. ശശികലയുടെ ഓരോരോ പ്രസ്താവനകൾ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് ചിരിച്ചു പോവും, സഹതാപപ്പെട്ടു പോവും, അനുതാപമുണ്ടായി പോവും. ശശികലയുടെ ഒരു പ്രസ്താവന ഇന്ന് ഞാൻ കാണാനിടയായി. സർക്കാർ ലിസ്റ്റിൽപ്പെട്ടവർക്ക് മറ്റ് സംഘടനകൾ വീട് വെച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നത് നന്മമരം ചമയലാണ്. അത് കോൺഗ്രസ് ആണെങ്കിലും ലീഗാണെങ്കിലും. എനിക്കത് കണ്ടപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്നറിയോ? ഒരാൾ അല്പമാത്ര തുണി ഉടുത്തുകൊണ്ട് റോഡിലൂടെ തൻ്റെ നഗ്നത കാണിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ അപഹാസ്യമാം വിധം നടന്നു പോകുന്നു. മൂടൊക്കെ കീറിക്കിടപ്പുണ്ട്. അപ്പോഴാണ് മാന്യമായി വസ്ത്രം ധരിച്ചൊരാൾ പോകുന്നത് കണ്ട് ഒരാൾ ചോദിച്ചതില്ല, അത് കണ്ടില്ലേടാ എന്ന് ചോദിച്ചപ്പോൾ ഈ കീറിക്കിടക്കുന്ന ആൾ മറ്റേ ആളിനോട് പറയുകയാണ്, അതൊക്കെ കണ്ട്, പക്ഷേ അവന് വിവരമുണ്ടോ? അവൻ ഈ ആവശ്യമില്ലാത്ത തുണിയെല്ലാം കൂടെ വാരി പൊതിഞ്ഞ് വെച്ച് അവൻ എന്തെല്ലാം അസുഖങ്ങൾ ഉണ്ടാക്കുമെന്നറിയാമോ? അവൻ എന്തെല്ലാം തരത്തിലുള്ള രോഗങ്ങൾ വരുമെന്നറിയാമോ? ഇതാണ് ഏറ്റവും ആരോഗ്യകരമായ കാര്യം എന്ന് പറയുന്നവനെ നമ്മൾ സഹതാപത്തോടെയോ അല്ലെങ്കിൽ അവനെന്തെങ്കിലും ആട്ടെ പോയി ചാവട്ടെ എന്ന് വെക്കുന്നത് പോലെയോ മാത്രമേ ഇത്തരം സംഗതികളെ കാണാൻ പറ്റൂ. അതായത് സർക്കാർ വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുന്ന ലിസ്റ്റ് ഇത് പറയുന്ന കേട്ടാൽ തോന്നും ആദ്യം ഈ മണ്ണെല്ലാം ഒലിച്ചു പോകുന്നതിന് മുമ്പ് ഉടയതമ്പുരാൻ വന്ന് അതിൻ്റെ ഒരു ലിസ്റ്റെല്ലാം ഉണ്ടാക്കി വെക്കണമെന്നും എന്നിട്ട് അവർക്കെല്ലാം വീട് കൊടുക്കണമെന്നും പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത് പോലെയാണ് ഇത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇങ്ങനെ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി അങ്ങ് പറഞ്ഞാൽ അതൊരു കൊഹത്താഴത്ത ന്യായമായി അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ എന്ത് എളുപ്പമാണ്. ഇതുപോലെ നടന്ന് വിദ്വേഷം പറയാനും വെറുപ്പ് പറയാനും കൊടുക്കുന്നവരെ അപമാനിക്കാനും അല്ലാതെ വേറൊരു 10 പൈസയുടെ ഉപയോഗം, ഒരു ഗുണം, ഒരു ഉപകാരം ആ സമുദായത്തിൽപ്പെട്ടവർക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മനുഷ്യർക്കോ എന്തിന് ചിലപ്പോൾ സ്വന്തം വീട്ടിലോ നാട്ടിലോ പോലും ഉണ്ടാകില്ല എന്നതാണൊരു സത്യം. ഇതാണ് ഒരു ഫിലോസഫി എങ്കിൽ കുറച്ചുകൂടി ഉയർന്ന നിലയിൽ അങ്ങ് ചിന്തിച്ചാൽ പോരെ. സൃഷ്ടിച്ചത് ദൈവമാണ്, വളർത്തിയത് ദൈവമാണ്, ഈ സ്ഥലത്ത് താമസിപ്പിച്ചത് ദൈവമാണ്, ഈ മണ്ണൊലിപ്പും ബാക്കിയുള്ളതും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാക്കിയതും ദൈവമാണ്. എന്നാൽ പിന്നെ അവർക്കൊരു പറ്റിയ പുനരധിവാസം ദൈവം തന്നെ കൊടുക്കട്ടെ. എന്തിനാണ് സർക്കാരും ബാക്കിയുള്ളവരും ഒക്കെ കൊടുക്കുന്നത്? സർക്കാർ ഇതൊക്കെ കൊടുക്കുന്നതും സംഘടനകൾ കൊടുക്കുന്നതും പിരിക്കാനും മോഷ്ടിക്കാനും അല്ലെങ്കിൽ വലിയ മേനി ചമയാനുമാണ് എന്ന് അടുത്ത പ്രാവശ്യം പറയണേ എൻ്റെ ശശികല ടീച്ചറെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞൊരു ന്യായം അങ്ങ് എടുത്താൽ പിന്നെ ഒരു മനുഷ്യരെയും സഹായിക്കേണ്ട, ഒന്നിലും ഇടപെടണ്ട, എല്ലാം സർക്കാർ കൊടുത്തോളും എന്ന് പറയുന്ന ഒരു ന്യായം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നാൽ മതി. ഇവരെയൊക്കെ ചുമക്കുകയും ഇവരുടെയൊക്കെ പോസ്റ്റുകളുടെ അടിയിൽ വന്ന് കമൻ്റ് ഇടുകയും ചെയ്യുന്നവരുടെ കാര്യമാണ് അന്തക്കഷ്ടം. സത്യം പറഞ്ഞാൽ ആരെങ്കിലും അറിയാവുന്നവർ ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്.